ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് സംഗീത. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരടുക്കളത്തോട്ടം, വെണ്ടയ്ക്ക, തക്കാളി, വഴുതനങ്ങ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പച്ചക്കറികൾ. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണത്, അല്ലേ? അപ്പോൾ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയാലോ എന്ന് തോന്നുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. പലർക്കും ഉള്ള പ്രശ്നം, ഒരു ചെടി വെക്കുമ്പോൾ അതിന് വേര് ചീയൽ, അത് ഇല ചുരുണ്ട് പോവുക, അതുപോലെ പല പല പ്രശ്നങ്ങളുണ്ടാവും ചെടികൾക്ക്. നമ്മൾ ഉദ്ദേശിച്ച പോലൊരു ഫലം അതിന് കിട്ടണം എന്നില്ല. അപ്പോൾ നമുക്ക് നിരാശ വരും. അപ്പോൾ എങ്ങനെ നന്നായി പച്ചക്കറി കൃഷി ചെയ്യാം? വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ ഒരടുക്കളത്തോട്ടം. അപ്പോൾ എനിക്കും ഇതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാനും അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരാളാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിൽ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി വളരെ വിജയകരമായിട്ട് എല്ലാ വർഷവും നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് നമുക്ക് കുറച്ച് സംശയങ്ങൾ ചോദിക്കാം. എങ്ങനെ മണ്ണൊരുക്കൽ തൊട്ട് എങ്ങനെ വിളവെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സംശയം, എങ്ങനെയാണ് നമ്മൾ മണ്ണൊരുക്കേണ്ടത്? മെയിനായിട്ട് കുമ്മായ ഇടും. കുമ്മായ ഇട്ടിട്ട് മണ്ണ് ഒരു കുമ്മായവും ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 5 ദിവസമെങ്കിലും ഇടും. 5 ദിവസം 5 ദിവസമെങ്കിലും മിനിമം 5 to 7 ദിവസം ഇട്ട ശേഷമാണ് ചെടി നടുള്ളൂ. അതെ. ആ 7 ദിവസത്തിനകം മണ്ണ് ശരിക്കും പറഞ്ഞാൽ ന്യൂട്രലൈസ് ചെയ്യുന്നത്. മണ്ണ് ശരിക്കും ആ 7 ദിവസത്തെ മണ്ണ് ശരിക്കും പുളിപ്പുള്ള മണ്ണാണെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്യപ്പെടണം. ന്യൂട്രലൈസ് ചെയ്യാതെ പറഞ്ഞാൽ ചെടിക്ക് ശരിക്കും പറഞ്ഞാൽ ന്യൂട്രലൈസ് ചെയ്ത അത് ആസിഡും അല്ല അധികം, എന്നാൽ ക്ഷാരഗുണം കൂടുതലും അല്ലാത്തൊരു മണ്ണിലാണ് ചെടി നന്നായി വളരുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ശരിക്കും ആ കുമ്മായം ശരിക്കും സഹായിക്കുന്നുള്ളതാണ്. പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും ചാണകം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വയ്ക്കുക. അപ്പോൾ ഇനീഷ്യലി ആ ചെടി അത്യാവശ്യം അതിനകത്ത് നിന്ന് വളരാനുള്ള ഒരു ഇതൊക്കെ ആ മിക്സിയിൽ നിന്ന് കിട്ടുകയും ചെയ്തത്. എന്നിട്ടാണ് ചെടി നടുക. നല്ല നല്ല ഇനത്തിൽ ഒരുമാതിരിപ്പെട്ട ഇപ്പോൾ പയർ, മുളകൊക്കെ ആകുമ്പം അത് നല്ല വിളവ് തരുന്ന ഇനങ്ങളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയിട്ട് ശേഷമാണ് ആ ഇനത്തിൻ്റെ തന്നെ വിത്ത് വാങ്ങിക്കും. അപ്പോൾ എവിടെ നിന്നാണ് വിത്തൊക്കെ വാങ്ങിക്കാറ്? വിത്ത് വാങ്ങിക്കാറ് ഞാൻ മെയിനായിട്ട് ഇവിടെ അടുത്ത് നല്ല ഗവൺമെൻറ് ഇതോടുകൂടിയുള്ള ഒന്നെങ്കിൽ കൃഷി വകുപ്പിൻ്റെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ നല്ല കടകളുണ്ട്, ഇഷ്ടമായി നല്ല നാട്ടുകളുണ്ട്. അവിടുന്ന് ആ ഇനം വിത്ത്, ഇപ്പം പയർ നോക്കുവാണെങ്കിൽ ഞാൻ പറയും നീളമുള്ള പയറിലാണ് എനിക്ക് ലോലയാണ് ഇഷ്ടം, നടാൻ ഒരുപാട് ഇഷ്ടമുള്ളത്. അല്ലെ പിന്നെ വൈജയന്തി, അങ്ങനെയുള്ള ഐറ്റംസ് നോക്കി വാങ്ങും അല്ലേ? അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, നമ്മളിപ്പോൾ ഈ പല സ്ഥലങ്ങളിലും വിത്ത് പാക്കറ്റുകളിൽ വിൽക്കില്ലേ, അത് നല്ലതാണോ? കൃഷിക്ക് യോഗ്യമാണോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സ്പീരിയൻസ് വാങ്ങാറില്ല അല്ലേ? സാധാരണ അങ്ങനെ ഇങ്ങനെയൊന്നും വാങ്ങിക്കില്ല. ഇല്ല. വിത്ത് ശരിക്കും നല്ല ഇനം വിത്ത് വാങ്ങിക്കുന്നത് തന്നെ നല്ലൊരു നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ശരിക്കും ആ വിത്തിൻ്റെ ഒരു ഗുണത്തിനനുസരിച്ചായിരിക്കും. നമുക്ക് തോന്നുമാതിരി വിതച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ്. പക്ഷെ നല്ല വിത്ത് വാങ്ങി വെക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് കിട്ടുന്ന നമ്മുടെ എഫർട്ടിനനുസരിച്ച് സാധനം കിട്ടും. വിത്താണോ കുഞ്ഞു തൈയാണോ അധികം വാങ്ങാറ്? ഏതാ നല്ലത്? പയറൊക്കെ ഞാൻ വിത്താണ് വാങ്ങാറ്. പയറിന് വിത്താ നല്ലത്. പയറ്, പിന്നെ പീച്ചി, പടവലം അതൊന്നും ഇപ്പോഴേ വെച്ചിട്ടില്ല. പയറൊക്കെ അതെന്ന് വെച്ചാൽ കഴിയാനായിട്ടുണ്ട്. അപ്പം ഇനി അതെന്ന് വെച്ചാൽ നല്ല പയർ ഞാൻ വാങ്ങിയത് അടുത്ത് കണ്ടില്ല, ഒരു വിത്ത് അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. നട്ട് ഏകദേശം ഒരാഴ്ച 2 ആഴ്ച പ്രായമായത്. മറ്റ് സാധനങ്ങളൊക്കെ തക്കാളി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ തൈയാണ് വാങ്ങിയത്. ഇപ്പോൾ തക്കാളി എടുക്കുകയാണെങ്കിൽ ഗ്രാഫ്റ്റഡ് തക്കാളിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഗ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാട്ടുവഴുതനയിൽ ഇങ്ങനെ തക്കാളി തൈ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഒരു തരത്തിലുള്ള തക്കാളിയിൽ നിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അതിൻ്റെ തണ്ടുമൊക്കെ. അപ്പോൾ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളെ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ആ വഴുതന തടയുന്നത്. വഴുതനയിലാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വഴുതനയ്ക്കെന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളെയൊക്കെ എതിർക്കാനുള്ള ശക്തിയുണ്ട്. അത് ഈ തക്കാളിക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ഗ്രാഫ്റ്റഡ് തക്കാളിയൊക്കെയാണ് വാങ്ങാറ് കൂടുതൽ. മറ്റു തക്കാളി, പച്ചമുളകാണെങ്കിൽ ഞാൻ ട്രഡീഷണൽ ടൈപ്പിൽ കുരു പാകി മുളപ്പിക്കുന്നതുകൊണ്ട് വാങ്ങി വെക്കുന്നുണ്ട്. രണ്ടുമുണ്ട്. ഈ ചന്തമുളക് എന്നൊക്കെ പറഞ്ഞില്ല, നമ്മുടെ ചന്തമുളകൊക്കെയാണ് ഞാൻ ഗ്രാഫ്റ്റഡ് ഐറ്റം കിട്ടുമോയെന്ന് നോക്കും. നേരത്തെയൊക്കെ 12 രൂപ കൊടുത്താണ് ശരിക്കും ഒരു തൈ വാങ്ങിച്ചു. ഇപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ 4 രൂപ 6 രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ കിട്ടാറുണ്ട് തൈ. പക്ഷേ ഈ സാധാരണ ഇവിടെ നമുക്ക് കിട്ടാനുള്ള ഇതൊക്കെ ഇല്ലേ, ഈ നാടൻ പച്ചമുളക്, കാന്താരിയൊക്കെ ഇപ്പോഴും മുളപ്പിച്ച് തന്നെയാണ് നടാറ്. മുളപ്പിച്ച് തന്നെ നടുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഇത് നോക്കി ഇതിൻ്റെ പുറകെ നിൽക്കണം. അതാണ് ഏറ്റവും ഇത്. നമ്മൾ ഇപ്പോഴും ഒരു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ഔട്ട്പുട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുള്ളൂ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് അതിൻ്റെ സത്യം. എന്നിട്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ശരിക്കും കൊച്ചുങ്ങളെ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഇവന് ഓരോ ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പം കൃഷി വകുപ്പിലെ നമ്മുടെ മേത്തല ഉള്ള ഇവിടെ കൃഷി ഓഫീസിലെ സാറൊക്കെ എടുക്കുന്നു ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ അവർ പറയും നമ്മൾ ഒരു ദിവസം
ഒരു ദിവസം നമ്മൾ വളവിടാനാണെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ ഇപ്പം ഒരു ദിവസം ഞാൻ പറയാം, സപ്പോസ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ദിവസം അതിന് സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കും, തടത്തിൽ ഒഴിച്ചു കൊടുക്കും, ഇലകളിലും തളിച്ചു കൊടുക്കും. സ്യൂഡോമോണസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്യൂഡോമോണാസ് ശരിക്കും പറഞ്ഞാൽ ഈ വേര് ചെയ്യൽ, കുരുടിപ്പൊക്കെ ഇല്ലേ, അത് ഒരു പരിധി വരെ വേര് ചെയ്യൽ അങ്ങനെയുള്ള അസുഖങ്ങളെ ചെടി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് സ്യൂഡോമോണാസ് ശരിക്കും സഹായിക്കും എന്നുള്ളതാണ്. അതൊരു ജൈവ കീടനാശിനി, കുമിൾ എന്ന് പറയാം, ജൈവ കുമിൾ, ജീവനുള്ള ഒരു കീടനാശിനി എന്ന് തന്നെ പറയാം. അത് മണ്ണിലെ ഇങ്ങനെ മറ്റ് അണുക്കളെയൊക്കെ നശിപ്പിക്കുന്നതാണ് പറയുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. എഫക്റ്റ് ഉണ്ട് കേട്ടോ അത്. പിന്നെ നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് ഈ ഓരോ തരം ചെടിക്ക്, ഇപ്പോൾ പച്ചമുളകിന്, അതുപോലെ തക്കാളി, വഴുതന, അതിനൊക്കെ നമ്മൾ വളം ചെയ്യണ്ടേ? നോർമലി എല്ലാത്തിനും നമ്മൾ തുടക്കത്തിൽ കൊടുക്കുന്നത് ചാണകം ഇട്ട് കൊടുക്കും. ഗോമൂത്രം കിട്ടുന്ന ഗോമൂത്രം നേർപ്പിച്ചാൽ അത് ഒഴിച്ചു കൊടുക്കും, നാടൻ രീതി. അത് വലിയ ചിലവില്ലാത്ത കാര്യമാണല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് ആയി കഴിഞ്ഞ ഒരു ചെടി ഒരു മാസമൊക്കെ, പക്ഷേ പൂക്കുന്നതിനൊക്കെ മുമ്പാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ കപ്പലണ്ടി പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും. നമ്മൾ നേരിട്ട് ചട്ടിയിലല്ലല്ലോ മുളപ്പിച്ച് നടുന്നത്, മുളപ്പിച്ചിട്ട് പറിച്ച് നടണ്ടേ? അപ്പോൾ അത് എത്ര നാൾ കഴിയുമ്പോഴാണ് പയറൊക്കെ മുളപ്പിച്ച് പറിച്ച് നടാറ്? പയറൊക്കെ ഞാൻ നേരിട്ട് നടുകയാണ് പതിവ്. മുളകൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ഇലയൊക്കെ ആകുമ്പോഴത്തേക്കേ പറിച്ചു നടുള്ളൂ. ആരോഗ്യം അതിന് ആവതുണ്ടാവണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് പറിച്ചു കൊണ്ട് നട്ടിട്ട് അതിന് ആ സാഹചര്യം പൊരുത്തപ്പെട്ട് പോരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ട്. ആ സാഹചര്യം ഞാൻ പറിച്ചു നടാറുള്ളൂ. അതുവരെ അതിനെ ആ നട്ടതി ഓരോന്ന് ഏതൊക്കെ സീസണിലാണ് നടേണ്ടത്, അങ്ങനെയുണ്ടോ ഇതിനൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഇപ്പം പണ്ടുള്ളവരിങ്ങനെ സീസണിലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴേ ഇതേ പറഞ്ഞു. ഇപ്പം തക്കാളി സാധാരണ നമ്മൾ മഴയത്ത് നടുന്നില്ലായിരുന്നു. അപ്പം ഈ പുതിയതായിട്ടൊരു അറിവ് കിട്ടി, തക്കാളി മഴയത്ത് നടുന്ന തക്കാളി മഴ എന്തോരം കൊണ്ടാലും ഒരു കുഴപ്പമില്ല. വേനക്ക് നട്ടിട്ട് പിന്നെ മഴയത്തോട്ട് അത് കായ്ക്കാൻ നിന്നാലാണ് തക്കാളി ചീഞ്ഞു പോകാന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല കേട്ടോ. അവർക്കും ഒരു അടുക്കളത്തോട്ടം തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, ഈ ചെടികളൊക്കെ നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ നട്ടിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ആകെ പോയി കുരുടിച്ച് ഇല ചുരുണ്ട് ചെടി ചിലപ്പോൾ ഇങ്ങനെ ഒത്താലൊത്തൊന്നും പറഞ്ഞുകൊണ്ട് പിടിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആ ശാസ്ത്രീയമായിട്ട് തന്നെ കുറച്ച് ശാസ്ത്രീയമായിട്ട് പരിചരിക്കണം. എന്ന് വെച്ചാൽ മണ്ണ് റെഡിയാക്കുന്നത് അതൊരു പ്രധാന ഘടകം തന്നെയാണ്. എല്ലാവരുടെയും മണ്ണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ചെടിക്കും വളരാൻ അനുയോജ്യമായ ഒരു സാഹചര്യത്തിലായിരിക്കണം എന്നില്ല അവിടുത്തെ മണ്ണ്. പിന്നെ അപ്പം നമുക്ക് എങ്ങനെയാ അത് തിരിച്ചറിയാൻ പറ്റുക? സാധാരണ ഒരാൾക്ക് മണ്ണ് നല്ലതാണോ അല്ലെങ്കിൽ നമുക്ക് കൃഷിക്ക് യോഗ്യമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യേണ്ട മണ്ണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അത് നമ്മൾക്ക് കൃഷിഭവനിൽ ചെയ്ത് കിട്ടും. കൃഷിഭവനിൽ അവർ നേരെ തൃശ്ശൂർ, നമ്മുടെ ഇവിടെ ആണെങ്കിൽ തൃശ്ശൂർ ഇവിടെ കാർഷിക സർവകലാശാല ഇല്ലേ, അവിടോട്ടൊക്കെയാണ് വിടുക മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവിടെയാണ് ഗവൺമെന്റ് ലെവലാണെങ്കിൽ ഫ്രീ ആന്ന് പറയുന്നുണ്ട്. അതല്ലാതെ നമുക്കത് ചെയ്യാനുള്ള സംവിധാനം അടുത്ത് ഇപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ അങ്ങനെ അറിയോ? പ്രൈവറ്റായിട്ടുള്ള ഏജൻസികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ 1000 രൂപയ്ക്കാണ് നേരത്തെ തന്നെ പറഞ്ഞത്. പക്ഷെ വേഗം ചെയ്തു തരും, ഭയങ്കര ഫാസ്റ്റാണ്. ഗവൺമെന്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം, ഇതാകുമ്പോൾ വേഗം കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ ഇല ചുരുണ്ട് പോവാ, അതുപോലെ ഒരു വര, അങ്ങനെ എന്തോ ഒരു പേര് പറയില്ലേ, മൊസൈക്ക് രോഗം, അങ്ങനെ മൊസൈക്ക്. ഇത് ഈ തക്കാളിയിലൊക്കെയാണ് ഒരു പുഴുവാണ് ശല്യം ചെയ്യുന്നത്, മറ്റേ എന്താണ് ചിത്രകീടം എന്ന് പറഞ്ഞ ഡിസൈൻ അവരൊക്കെ കുറേയൊക്കെ നമ്മൾ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്യൂഡോമോണാസ് അടിച്ചു കൊടുക്കും, മറ്റേ ഈ ചുരുണ്ടു പോകുന്നതിനൊക്കെ. തോട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. നമ്മൾക്ക് ഈ നിലത്ത് വെക്കുന്നതിനേക്കാൾ നല്ലതാണോ ഈ ഗ്രോ ബാഗിൽ ഇതുപോലെ ചാക്കുകളിൽ വലിയ ചട്ടികളിലൊക്കെ വെക്കുന്നതാണോ നിലത്ത് വെക്കുന്നതാണോ? ഈ ചാക്കുകളിൽ വെക്കാനൊരു കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ വെച്ചെങ്കിൽ വളം അങ്ങനെ ഒരുപാട് വേസ്റ്റ് ആകാതിരിക്കും. കൊടുക്കണം വളം അതിനകത്ത് അതിൽ തന്നെ നിൽക്കും. പിന്നെ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ, മരം ഇത് വലിക്കുകയാണ് അതിന്റെ, അവർക്ക് ആവശ്യമുണ്ടല്ലോ, അങ്ങനെയുണ്ട്. പിന്നെ വെയില് കൂടുതൽ വേണം അല്ലേ എല്ലാ പച്ചക്കറി. പയറ് പോലുള്ള സാധനങ്ങൾ മണ്ണിൽ നടുവാണ് ഡബിൾ ഇമ്പാക്റ്റ്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി മണ്ണും കുറച്ച് തരിയുള്ളല്ലേ വെച്ചാൽ ചരലും കൂടെ കൂടി ഇത് അത് ശരിക്കും പറഞ്ഞാൽ വെള്ളം നീർവാഴ്ച ഉണ്ടാകാനാന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടെ ചെയ്ത് കുമ്മായം വീശി ഇങ്ങനെ കുറച്ച് ദിവസം ഇട്ട മണ്ണ് കാട്ടി നിറച്ച് ഇത് ഈ ഗ്രോ ബാഗ് നിറച്ച് നടന്നുള്ളൂ. ഇത് ഒരുപാട് ഇങ്ങനെ സയന്റിഫിക്കലി പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും പേടിയാവും ചെയ്യും. അങ്ങനെയുണ്ട്, അയ്യോ അത് ചെയ്യണം, ഇത് ചെയ്തില്ലെങ്കിൽ ഇത് ശരിയാവില്ല, അത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. വീട്ടുമുറ്റത്ത് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് വിഷാംശമില്ലാത്ത പച്ചക്കറികൾ ലഭിക്കും. മുറ്റത്ത് അതിനുള്ള സൗകര്യം ഇല്ലാത്തവർക്കാണെങ്കിലോ ടെറസിൽ ഗ്രോ ബാഗിലോ അതുപോലെ ചാക്കുകൾ, ബക്കറ്റ്, ചട്ടികൾ, അതൊക്കെ നമ്മൾക്ക് പച്ചക്കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. വഴുതനയൊക്കെ ആണെങ്കിൽ വലിയ ചാക്കുകളിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ വേരോട്ടത്തിന് അത് സഹായകരമാണ്. എപ്പോഴും ചെടികൾ സ്വതന്ത്രമായി വളരുന്നത് താഴെ മണ്ണിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ വിളവും ലഭിക്കും.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു അടുക്കളത്തോട്ടം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്